ഫെബ്രുവരി 15 വിശുദ്ധ ക്ലോഡ് ഡി ലാ കൊളംബിയർ. യേശുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിൻ്റെ ദർശനങ്ങളെ ആധികാരികമാക്കുകയും അവയെക്കുറിച്ച് എഴുതുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. 1992 വിശുദ്ധ ക്ലോഡിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹത്തെ ഒരു മാതൃകാ ജെസ്യൂട്ടായി ഉയർത്തിപ്പിടിച്ചു. വിശുദ്ധൻ സദാ സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായും തിരുഹൃദയത്തിന് സമർപ്പിച്ചു എന്ന് ഓർമ്മിപ്പിച്ചു. പരീക്ഷണങ്ങളിൽ പോലും സ്നേഹത്തിൻ്റെ വിശുദ്ധി നേടുന്നതിനും ലോകത്തെ ദൈവത്തിലേക്ക് ഉയർത്തുന്നതിനും വേണ്ടി അദ്ദേഹം സ്വയം മറന്നു. 1641 ഫ്രാൻസിൻ്റെ തെക്ക് ഭാഗത്ത് ജനിച്ച ക്ലോഡ് ഡി ലാ കൊളംബിയർ 7 കുട്ടികളുടെ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അതിനാൽ 4 പേർ പൗരോഹിത്യത്തിലേക്കോ മതജീവിതത്തിലേക്കോ പ്രവേശിച്ചു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു ജെസ്യൂട്ട് സ്കൂളിൽ ചേർന്നു. 17-ാം വയസ്സിൽ അദ്ദേഹം തന്നെ സന്യാസ സമൂഹത്തിൽ ചേർന്നു. ഒരു യുവ ജെസ്യൂട്ട് റിക്രൂട്ട് എന്ന നിലയിൽ തൻ്റെ കാലത്ത് ഓർഡർ ആവശ്യപ്പെട്ടിരുന്ന കഠിനമായ പരിശീലനത്തോട് തനിക്ക് ഭയാനകമായ വെറുപ്പ് ഉണ്ടായിരുന്നതായി ക്ലോഡ് സമ്മതിച്ചു. എന്നാൽ സൊസൈറ്റി ഓഫ് ജീസസിൻ്റെ നോവിഷ്യേറ്റ് തൻ്റെ സ്വാഭാവിക കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മൂർച്ച കൂട്ടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഓർഡർ നിയമങ്ങൾ കഴിയുന്നത്ര പൂർണ്ണമായി അനുസരിക്കുമെന്ന് ഒരു സ്വകാര്യ പ്രതിജ്ഞയെടുത്തു. തൻ്റെ സന്യാസ സഭയുടെ പരമ്പരാഗത പഠന അധ്യാപന കാലഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ക്ലോഡ് 1669 ഒരു പുരോഹിതനായി. പ്രതിഭാധനനായ ഒരു പ്രസംഗകനായി അറിയപ്പെടുന്ന അദ്ദേഹം കോളേജ് തലത്തിലും പഠിപ്പിക്കുകയും ലൂയി 14 രാജാവിൻ്റെ ധനകാര്യമന്ത്രിയുടെ കുട്ടികൾക്ക് ട്യൂട്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 1674 പാരാ ലെ മോണിയൽ പട്ടണത്തിലെ ഒരു ജെസ്യൂട്ട് ഭവനത്തിൻ്റെ സുപ്പീരിയറായി പുരോഹിതൻ ചുമതലയേറ്റു. ഈ സമയത്താണ് വിസിറ്റേഷനിസ്റ്റ് കന്യാസ്ത്രീകളുടെ ഒരു കോൺവെൻറ്റിൽ കുമ്പസാരക്കാരനായി ക്ലോഡ് ഡി ലാ കൊളംബിയർ സ്വന്തം ജീവിതത്തെയും പാശ്ചാത്യ സഭയുടെ ചരിത്രത്തെയും മാറ്റിമറിക്കുന്ന സംഭവങ്ങളിൽ ഉൾപ്പെട്ടത്. പിന്നീട് വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് എന്ന കന്യാസ്ത്രീകളിൽ ഒരാൾ ക്രിസ്തുവിൽ നിന്ന് സ്വകാര്യ വെളിപ്പെടുത്തലുകൾ അനുഭവിച്ചതായി അവകാശപ്പെട്ടു. ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകവും ഇരിപ്പിടവുമായി തൻ്റെ ഹൃദയത്തെ ഭക്തിയോടെ സേവിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. എന്നിരുന്നാലും കോൺവെൻറ്റിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ നിരസിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്തു. പാരാ ലെ മോണിയനിൽ താമസിച്ചിരുന്ന സമയത്ത് ഫാദർ ലാം കൊളംബിയർ കന്യാസ്ത്രീയുടെ ആത്മീയ ഡയറക്ടറായി. വെളിപ്പെടുത്തലുകളെക്കുറിച്ചുള്ള അവളുടെ സാക്ഷ്യം ശ്രദ്ധാപൂർവം പരിഗണിച്ചു. സിസ്റ്റർ മാർഗ്രറ്റ് മേരി യേശുവിനെ അസാധാരണമായ രീതിയിൽ കണ്ടുമുട്ടി എന്ന് അദ്ദേഹം നിഗമനം ചെയ്തു. ക്ലോഡ് ലാ കൊളംബിയറുടെ രചനകളും വിശുദ്ധ മാർഗ്രറ്റ് മേരിയുടെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും പാശ്ചാത്യ കത്തോലിക്ക ഭക്തിയുടെ ഒരു സവിശേഷതയായി സീക്രട്ട് ഹാർട്ട് സ്ഥാപിക്കാൻ സഹായിച്ചു. ഇത് ചില ആളുകളുടെ രക്ഷ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന ജാൻസിനിസത്തിൻ്റെ പാഷണ്ഡതയെ ചെറുക്കാൻ സഹായിച്ചു. 1676 ശരത്കാലത്ത് ഫാദർ ലാ കൊളംബിയറിനെ പാരാ ലെ മോണിയലിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വിളിപ്പിച്ചു. മതപരമായി തകർന്ന രാജ്യത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് യോർക്കിലെ ഡച്ചസ് ആയിത്തീർന്ന ഒരു കത്തോലിക്ക വിശ്വാസിയായ മേരി ഓഫ് മൊഡേണയുടെ ചാപ്ലിനും പ്രസംഗകനുമായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. 1678 ഇംഗ്ലീഷ് രാജവാഴ്ചയ്ക്കെതിരെ കത്തോലിക്ക ഗൂഢാലോചന നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഒരു വ്യാജ കിംവദന്തി പരന്നു. ഈ നുണ 8 ജെസ്യൂട്ടുകൾ ഉൾപ്പെടെ 35 നിരപരാധികളെ വധിക്കുന്നതിൽ കലാശിച്ചു. ലാ കൊളംബിയറെ വധശിക്ഷയ്ക്ക് വിധിച്ചു. മറിച്ച് കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ആഴ്ചകളോളം ഒരു തടവറയിൽ അടച്ചു. ആ അഗ്നിപരീക്ഷയിൽ ഫ്രഞ്ച് ജെസ്യൂട്ട് വിരോചിതമായി നിലകൊണ്ടു. എന്നാൽ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുൻപ് ജയിലിലെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിപ്പിച്ചു. 1679 അദ്ദേഹം ഫ്രാൻസിലേക്ക് മടങ്ങി. ഒരു അധ്യാപകനായും പുരോഹിതനായും തൻ്റെ ജോലി പുനരാരംഭിച്ചു. വിശ്വാസികളിൽ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹം വളർത്തി. 1681 ക്ലോഡ് ഡി ലാ കൊളംബിയർ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിൻ്റെ വെളിപ്പെടുത്തലുകൾ നടന്ന പാരാ ലെ മോണിയയിലേക്ക് മടങ്ങി. 1682 41 വയസ്സുള്ള പുരോഹിതൻ ആ വർഷത്തെ നോമ്പുകാലത്തിലെ ആദ്യ ഞായറാഴ്ച ഫെബ്രുവരി 15 ആന്തരിക രക്തസ്രാവം മൂലം മരിച്ചു. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിൻ്റെ വിശുദ്ധ പദവിക്ക് 9 വർഷങ്ങൾക്ക് ശേഷം 1929 വിശുദ്ധ ക്ലോഡ് ഡി ലാ കൊളംബിയറിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 63 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധനായി പ്രഖ്യാപിച്ചു.